ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക നല്ലൊരു കിടില റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വെറും 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി. എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാ ബ്രെഡും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 5-6 ബ്രെഡ് എടുത്തേണ്. വെറും 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ കേട്ടോ. ഇതിന് അളവൊന്നുമില്ല, ഏകദേശം ഒരു 5-6 സ്പൂൺ തേങ്ങ ഉണ്ടാവേ. പിന്നെ ഇതാ ഒരു ഗ്ലാസ് റവ എടുത്തത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരു 3 അതാ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കുത്തി പൊട്ടിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലായനി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് മതി കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതുപോലെ ലൈൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കണുണ്ട്. ഈ ഒരു സമയത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഈ നെയ്യ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും പ്രശ്നമല്ലേ. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി റെസിപ്പി കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ചെയ്യും. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക. അങ്ങനെ അതങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേനെ. ഇനി ഒരു പാത്രത്തേക്ക് ബ്രെഡ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തേനെ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങയും കൂടി ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. തേങ്ങയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കേ. പിന്നെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് റവയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ലായനി നന്നായിട്ട് ചൂടാറിന് കേട്ടോ. ചൂടോട് കൂടി ഇത് ഒഴിച്ച് കൊടുക്കരുത്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വെള്ളം പോരായിട്ടുണ്ടെന്ന് തോന്നിയാൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു തവി പച്ചവെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തേ. വളരെ ടേസ്റ്റിയായ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങോട്ട് കുതിർന്ന് കിട്ടിന്. ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഈ ഒരു റവ മിക്സ് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല കട്ടി തോന്നിയാൽ വെള്ളം പോരായി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ ഈ മാവ് നമുക്ക് കിട്ടണേ. അപ്പോൾ വെള്ളം ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1-2 സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തേങ്ങ കൊത്തുണ്ടല്ലോ, അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കരിഞ്ജീരകം ഏലക്കാപ്പൊടിയും കൂടിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തേനെ. കരിഞ്ജീരകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി മിസ്സായതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഒരു നുള്ള അപ്പങ്കാരും, പിന്നെ വേണ്ടത് ഈ മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ശർക്കരക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര ഇടാട്ടോ. 2-3 തവി പഞ്ചസാര മതി. ശർക്കര ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഇട്ട് വെച്ചത്. അതിലേക്ക് കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ചൂടായിട്ട് ഈ ഓരോ സ്പൂണ് ഇങ്ങനെ ഈ റവ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വളരെ പ്രയാസമാവേ. ഈ ഒരു സമയത്ത് നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുക്കണേ. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഓരോ കുഴിയിൽ ഒരുപാട് എണ്ണ ഒന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് എണ്ണ മതി. ഇനി നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ എണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി. ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിന്. അങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ അതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ട്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതാണ് കുറച്ച്
കുറച്ച് ഒഴിച്ച് കൊടുത്തേനെ. അവിടെയും ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. വൈകുന്നേരമൊക്കെ ചായക്ക് കടി ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ റവ പിന്നെ ഈ ഒരു തേങ്ങ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിൻ്റെ കൊയ്യ് ചെറിയ കൊയ്യാണ് കേട്ടോ. പക്ഷെ വലുതൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി കാണാനൊക്കെ നല്ലൊരു മൊഞ്ചുണ്ടാവേ. കണ്ടില്ലേ, ഇതേപോലെ ഞാനിതാ നല്ല സ്പോഞ്ചായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അടുത്ത പ്രാവശ്യം ഞാനിതാ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റിനോട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ ഈ വെറൈറ്റി ഉണ്ണിയപ്പം റെഡി ആയിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.